അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ നോർമൽ ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോർമൽ ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മളൊരു ലൈനിങ് ആയുള്ളൊരു ബ്ലൗസ് തയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഒരു നോർമൽ ബ്ലൗസിൽ നിന്ന് അതിൻ്റെ അളവെടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ലൈനിങ് ബ്ലൗസ് അടിക്കാന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഒരു മീറ്റർ തുണി ലൈനിങ് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയേക്കാം. നമുക്കിനി അളവ് ജാക്കറ്റ് എടുക്കാം. അളവ് ജാക്കറ്റിന് നമുക്ക് ആദ്യമൊക്കെ തന്നെ നീന്നും കൂടി നോക്കിക്കോട്ടെ ഒന്നും കൂടി. ഇതിൻ്റെ 2 ഹുക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ കയ്യൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിരുന്നോണ്ട് കുഴപ്പമില്ല. നമ്മൾ ആദ്യം നെക്കാണ് നോക്കാൻ പോകുന്നത്. നെക്കിൻ്റെ അളവ് നമ്മൾ നോക്കുമ്പോൾ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര നോക്കാം. കണ്ടാ 10 കിട്ടില്ലേ? അപ്പോൾ ഇവിടേക്ക് ഒരു അര തുന്നിപ്പോവും, ഇവിടേക്ക് ഒരു അരയും തുന്നിപ്പോവും. അപ്പോൾ നമുക്ക് 11 എടുക്കാം. അപ്പോൾ 5.5 മതി നമുക്ക്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആം ഹോള് നമുക്ക് ഇവിടേക്ക് മേലേക്ക് ഒരു അര എന്തായാലും തുന്നിപ്പോവും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടാ 5.5. അപ്പോൾ ഷോൾഡറും ആം ഹോളും നമുക്ക് 5.5 കിട്ടി. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നോക്കാം. കഴുത്തിൻ്റെ ഇറക്കം നോക്കിയാൽ ഇതിൽ 6 അരിന് പക്ഷെ ഇവിടേക്ക് ഒരു അര തുന്നി പോകുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് കഴുത്ത് നമുക്ക് 7 എടുക്കാം. അല്ലേ 7 കണ്ണില് 7. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് നോക്കാം. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഒരു അര അങ്ങോട്ട് തുന്നിപ്പോണ്ട് കേട്ടോ. അതിവിടെ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ബാക്ക് കഴുത്ത് നോക്കിയാൽ 7 എടുത്തിട്ടുള്ളത് നമുക്ക്. അര തുന്നി പോകുമ്പോഴുള്ള 7. ഫ്രണ്ട് കഴുത്ത് നമുക്കൊരു 6 എടുത്താൽ മതി. അപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ഇരുന്നോട്ടെ. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഊരിയിട്ട് നമുക്ക് ബെസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ഇങ്ങനെ ഒരു മടക്കുള്ളതല്ലേ, മടക്കല്ല നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ നോക്കിയാൽ 10 ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു അരയും കൂട്ടിയിട്ട് 10 എടുക്കാം. അത് അത്ര ഉള്ളൂ. ഇനി നമുക്ക് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അളവ് നോക്കാം. അത് നമുക്ക് ഇവിടെ ഒരു ടക്ക് ഉണ്ട്. ആ ടക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കാം. അതൊന്നും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുനിച്ച് പിടിച്ച് നോക്കി കേട്ടോ. ഒരു 3.5-ന് പക്ഷെ നമുക്ക് 4 എടുക്കാം. ഇവിടെ ചിലപ്പോൾ ഒരു ലേശം തുന്നിപ്പോവും. അത് ഇനി നമുക്ക് ഇതുകൾ തമ്മിൽ ഈ ആം ഹോളിൻ്റെ അവിടേക്കുള്ള ഒരു ടക്കില്ലേ, അത് നമുക്ക് എത്ര നോക്കാം. അത് ഈ 10.5-യുടെ ഇവിടെ നിന്ന് പോയിന്റ് പിടിച്ചിട്ട് 10.5-യുടെ ഇവിടെ നിന്ന് പോയിന്റ് പിടിച്ചിട്ട് 3 ആൾക്ക് 3 ഇട്ടിട്ടുള്ളത്. നമ്മൾ 2 ചിലർ 2.5 എടുക്കും. ഇനി നമുക്ക് സൈഡിലേക്കുള്ള ടക്കിനുള്ള അളവ് നോക്കാം. അത് 2 എടുത്തുള്ളത്. ഇനി ബ്രസ്റ്റിൻ്റെ അടിയിൽ നിന്നുള്ള ടക്കിലേക്ക് എത്ര വേണമെന്ന് നോക്കാം. അത് 2.5 കേട്ടാ, 2.5. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ വഞ്ചിയില് അതിന് നമുക്ക് 3 എടുത്തിട്ടുള്ളത്. അതില്ലേലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കാം. ഫ്രണ്ടും ബാക്കും തമ്മിൽ കേട്ടാ. 13 ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് അവിടെ തുന്നിപ്പോവും, ഷോൾഡർ തുന്നിപ്പോവും. അപ്പോൾ നമുക്കൊരു 13.5 പ്ലസ് ഒരു 1.5 എടുക്കാം. അപ്പോൾ എത്ര വരും? 15.5 അല്ലെങ്കിൽ 15.5 എടുത്തോട്ടാ. അത്ര തന്നെ ഉള്ളൂ. അപ്പം മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് എത്രയാണ് നോക്കണം. അത് നമുക്ക് ഇവിടെ ഈ പൊസിഷൻ കറക്റ്റ് പിടിക്കുക കേട്ടാ. നമുക്ക് ഈ ഷോൾഡറിൻ്റെത് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് 9.25 കിട്ടിയിട്ടുള്ളത്. 9.25. അപ്പം നമുക്കൊരു 9.5 അല്ലെങ്കിൽ 10 ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് കയ്യിൻ്റെ നീളം എത്രയാന്ന് നോക്കാം. ഇവിടെ ഒരു അര തുന്നി പോണതൊക്കെ നോക്കണം കേട്ടോ. അര എടുക്കാം. നോക്കിയേ. അപ്പം 8.5-ന് കിട്ടിയിട്ടുള്ളത്. 8.5 കൂടെ നമുക്ക് 1 ഇഞ്ചും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ മടക്കി തുന്നാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കയ്യിൻ്റെ വണ്ണം എത്രയാന്ന് നോക്കാം. വണ്ണം 7-ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് വരയ്ക്കാൻ അറിയില്ലേ? അപ്പോൾ വരച്ചു. അപ്പോൾ നമ്മളിനി കണ്ടുപിടിക്കാൻ പോണത് ബ്രസ്റ്റിൻ്റെ, അതായത് ബ്രസ്റ്റ് സൈസ്, ചെസ്റ്റ് സൈസ് എന്നൊക്കെ പറയില്ലേ, അത് കേട്ടാ. അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി? 19 കിട്ടിയിട്ടുണ്ട്. 19 കിട്ടുമ്പോൾ എത്രയാ വരിക? 38. 37. അത് കുഴപ്പമില്ല. നമുക്കൊരു 38 എടുക്കാം. 38 എടുത്തിട്ട് അതിൻ്റെ 4-ൽ1 ഭാഗം നോക്കാം. അപ്പം എത്ര വരും? മടക്കൂ. അപ്പം എത്ര നമുക്ക് കിട്ടും? 9.5 എടുത്താൽ മതിയാവും തോന്നുന്നുണ്ട്.
9.5 എടുക്കാം. അപ്പൊ നമുക്ക് ചെസ്റ്റ് സൈസ് 9.5 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിന്റെ സൈസ് എത്രയാന്ന് നോക്കാം. വേസ്റ്റ് സൈസ് 16. അപ്പൊ 16 വരുമ്പോ 8. അപ്പോൾ ഇവിടെ നമുക്കൊരു 9.5യും ഇവിടെ ഒരു 8 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി വരച്ചോ. അപ്പോൾ നമ്മുടെ തുണി കൂടുതലാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗം നീക്കിടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ വഞ്ചൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് വെട്ടാനായിട്ട് നമുക്ക് തുണി വേണം. അപ്പോൾ അതിനുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. തുടക്കക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് വെട്ടിക്കോ, ചിലപ്പോൾ തികയില്ല. അപ്പോൾ നോക്കിയാൽ നമുക്ക് കൂടുതലാണ്. 14 നമുക്ക് 9 വേണ്ടത് കേട്ടോ. 9 + 1.5. അപ്പോൾ 11.5 മതി. 12 എടുത്തോ, കുഴപ്പമില്ല. നീ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ നോക്കൂ, ഇപ്പോഴും കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി തുണി നമുക്ക് ബാലൻസ് ഉള്ളത് കയ്യിക്കോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലേക്കുള്ള പട്ടയ്ക്കൊക്കെ വെക്കാം. നമുക്ക് ലെങ്ത് നോക്കാം. ലെങ്ത് നമ്മൾ എത്ര എടുത്തോ? ഒരു 15.5 അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്? 15 എടുത്തോ. ബാക്കിയുള്ളത് നമുക്ക് വെട്ടിവെക്കാം. അപ്പൊ 15 എടുത്തിട്ടുണ്ട്. ഇനി നീ ഇത് നോക്ക്, മറ്റേ ഷോൾഡർ 5.5 5.5 എടുക്കാം. അതേപോലെ തന്നെ ആം ഹോളും 5.5 എടുക്കാം. ഓക്കെ, നേരെ വരച്ചോ. ഇനി നമുക്ക് ചെസ്റ്റ് എത്ര എടുത്തിട്ടുണ്ടായിരുന്നത്? 9.5ക്ക് വരച്ചോ. 9.5 + 1.5 അല്ലെങ്കിൽ 2 എടുത്തോ. 2 എടുത്തോ. ഓക്കെ, 2. ഇനി നമുക്ക് ഈ 14 15.5 വെച്ചിട്ട് 8 ആണ് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 8 വരയ്ക്കാം. +2 തന്നെ എടുത്തോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് 1 അല്ലെങ്കിൽ 1.5 എടുക്കാം. നമുക്കിതിലിപ്പോൾ 1 മതി. 1 എടുത്തു. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പകുതി എടുക്കാം. അതിനൊന്ന് കുഴിച്ചു വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ കഴുത്തിൻ്റെ അകലം 2.5 മതി നമുക്ക്. ഇതിൽ 2.5 ഉണ്ടാവുള്ളൂ, അത് മതി. 5.5 പറയുമ്പോൾ നമുക്ക് 2.5 മതി. അത് ഇങ്ങനെ അളവുകളുണ്ട്. ചിലപ്പോൾ ഒരു 6 പറയുന്നവർക്ക് 3 അങ്ങനെയൊക്കെ ഇല്ലേ. ഷോൾഡർ ഇപ്പോൾ ഒരു 6.5 ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി വണ്ണുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കപ്പോൾ നമുക്കൊരു 3 ഇട്ട് കൊടുക്കാം ഷോൾഡറിന്റെ. അപ്പൊ അതിന് അത്രയല്ലല്ലോ, 5.5 ഉള്ളൂ. 2.5 മതി, അത് മതി. അപ്പൊ നമുക്ക് ബാക്ക് കഴുത്തിന്റെ ഇറക്കം നമ്മൾ 7 അല്ലേ? 6.5. ബാക്ക് 7, ഫ്രണ്ട് ആണ് നമുക്ക് ഒരു 6.5 മതി. അപ്പൊ നമുക്ക് അതിലേക്ക് വട്ടക്കഴുത്താണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് നേരെ വരച്ചു കൊടുക്കാം. എന്നിട്ടൊരു റൗണ്ട്, ചെറിയ റൗണ്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഒതുങ്ങിയ കഴുത്തല്ലേ വേണ്ടത്. ഇവിടേക്ക് ഇങ്ങനെ ഇത് കൊടുക്കണ്ടല്ലോ, വൈഡ് കൊടുക്കണ്ട. പോരാ. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ ഭാഗത്തുനിന്ന് ഒരു 1 നോക്കാം. കണ്ട, എന്നാലും കറക്റ്റാണ്. കണ്ട, അത് മതി. ഓക്കെ, ഇനി നമുക്കിത് വെട്ടാം. ഷോൾഡർ സ്ലോപ്പ് വേണ്ടല്ലോ ഇതിന് കൊടുക്കാം. എനിക്ക് തോന്നുന്നില്ല അതിന് ഷോൾഡർ സ്റ്റോപ്പിന്റെ ആവശ്യമുള്ളത്. അങ്ങനെ പുതിയ കത്രിക എടുത്തിട്ട് ഉദ്ഘാടനം. അമ്മായിയമ്മയുടെ ബ്ലൗസ് ഉദ്ഘാടനം. വേഗം വെട്ടിക്കോ. നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ളതാണ് വെട്ടണത്. അപ്പോൾ കഴുത്ത് ഇപ്പോൾ വെട്ടണ്ട കേട്ടാ, ലൈനിങ് വെച്ചിട്ട് വെട്ടാം. നമ്മൾ കഴുത്ത് ലേശം വെട്ടിപ്പോയി, സാരമില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ വെട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കടത്തിയിട്. ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് കടത്തിയിട്. പട്ട വയ്ക്കണ്ട, നമുക്ക് മുകളിലൊപ്പം വെച്ചോ. ഇത് തുണി ഇത്തിരിയും കൂടി ഇങ്ങോട്ട് കയറ്റിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തുണി ഇത്തിരിയും കൂടി നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നീക്കിയിട്ടിട്ട് തുണി അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ തുണി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് മതിയാവും.
കയ്യിനുണ്ടാവില്ലേ? കയ്യിനുണ്ടാവും. ഇവിടെ അടിയിലേക്ക് നമുക്ക് കയ്യിൻ്റെ പീസിന് എടുക്കാം. ഓക്കെ, ഇനി നീ ബാക്ക് സൈഡ് വെച്ചോ. ഇനി ബാക്ക് സൈഡ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴുത്ത് വെട്ടി ലേശം ഇങ്ങോട്ട് നീക്കിട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം നമുക്ക് മതി. ഫ്രണ്ട് ഓപ്പൺ അല്ലേ, മേലേക്ക് കയറ്റിട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ പോലെ വരച്ചോ. കൈക്ക് ഇത് ധാരാളം. ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇത് വേണ്ടല്ലോ, അത് വേണ്ട, ഇതിവിടെ കൊടുത്താൽ മതി. കുഴപ്പമില്ല, ഇവിടെ വരയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അതിന് എക്സ്ട്രാ വേണ്ട. കുഴപ്പമില്ല, നീ ഇവിടെ വേണമെങ്കിൽ വരച്ചോ. വരയ്ക്കുമ്പോൾ എന്താണെന്നറിയോ സംഭവിക്കാം, നമ്മൾ ലാസ്റ്റ് അളവെടുത്തിട്ട് ഷേപ്പ് ചെയ്യില്ലേ, അതിന് പകരം ഈ അളവ് കാണുമ്പോൾ നമുക്ക് അതിൽ കൂടെ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇനി ടേപ്പൊക്കെ എടുത്തിട്ട് തുടങ്ങിയുള്ളൂ. നമ്മൾ മറ്റേ ബ്ലൗസിൽ നോക്കിയ പോലെ തന്നെ ബ്രസ്റ്റ് പോയിന്റ് നോക്കാം. 10.5. 2.5. കഴുത്ത് മാർക്ക് ചെയ്തില്ലേലും കുഴപ്പം. മാർക്ക് ചെയ്തിട്ടോ, നമ്മൾ മറ്റേ തുണിയിൽ വെട്ടുന്നുണ്ടല്ലേ. 2.5. ഇത് ഫ്രണ്ട് കഴുത്തല്ലേ, 6.5 അല്ലേ ഉണ്ടായിരുന്നത്, 6.5. എന്തായാലും 1.5 അടന്ന് പോയിട്ട് വരുമ്പോൾ എന്തായാലും ഒരു 5.5 ആയിട്ട് കിട്ടും അത്. ഓക്കെ ഓക്കെ. ഇനി ഇവിടന്ന് ബ്രസ്റ്റിൻ്റെ 2 ബ്രസ്റ്റ് തമ്മിലുള്ള സൈസ് നോക്ക്. ഇവിടെ നിന്ന് നോക്ക്, ഫസ്റ്റ് നോക്ക്. 4. ഈ എൻഡിൽ തന്നെ നോക്കണ്ടേ? ഈ എൻഡിൽ നിന്നല്ല, നമ്മളിവിടെ വരച്ച എൻഡിൽ നിന്ന് 4 അടയാളപ്പെടുത്ത്. ഇനി ഇവിടെ നിന്ന് 10.5. ഇനി ഈ പോയിന്റിൽ നിന്നാണ് നമുക്ക് ഇവിടേക്ക് അമ്മയ്ക്ക് എത്രയാണ്? 2. ഇവിടേക്കും 2, ഇപ്പുറത്തേക്കും 2. അത് ഓരോരുത്തരും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് 3 എടുത്തിട്ടുള്ളത്. 3. ഇവിടെ നിന്ന് 2.5 അല്ലേ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? 2.5. ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചോ, നീട്ടി വരച്ചോ. പിന്നെ അതിൻ്റെ കർവ് ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് ഇവിടേക്ക് ഇങ്ങനൊരു ലൈൻ നീട്ടി വരച്ചോ. അതിൻ്റെ കൈക്കൂടിയുടെ ഭാഗത്തേക്ക് ഇട്ടാൽ നമ്മൾ 5.5 വന്നിട്ടുണ്ടായിരുന്നില്ല അവിടേക്ക്. ഇനി ഇവിടെ നിന്ന് ഇത് തമ്മിലുള്ള അകലം നമ്മൾ നോക്കിയിട്ടില്ല, അത് നോക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചോ. എന്നിട്ട് 1.5 ഇങ്ങടും 1.5 ഇങ്ങടും. നമ്മൾ ഈ ബ്ലൗസ് മേൽ നോക്കിയിട്ടാ 1.5 അതെല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും. 1.5 തേടി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം. 1.5 ഇതിങ്ങനെ നിർത്തി വെച്ചിട്ട് നോക്കാം. അതപ്പോ ഇവിടെ നിന്നല്ലേ ഇത് വരുന്നത്? അല്ല, നമ്മൾ ഇവിടെ നിന്നല്ലേ, ഇവിടെ നിന്ന് 1.5 ഇങ്ങടും 1.5 ഇങ്ങടും. എന്നിട്ട് ഇതാണ് അടിക്കണ. നമ്മൾ ഇവിടെ നിന്ന് 2.5 എടുത്തിട്ടുണ്ട്. 2.5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5. ഇവിടെ നിന്ന് 1.5, ഇപ്പുറത്തേക്ക് 1.5. ഇത് ഇങ്ങനെ 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 അടിക്കണം. ഇതിങ്ങനെ 18. ശരി. അപ്പൊ വേറെ തവണ വിളിച്ചാൽ മതി. ഇനി നമുക്ക് ഇവിടേക്ക് എന്തായാലും ഈ ടക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്പേസ് വേണ്ടേ, തുന്നാനുള്ള സ്പേസ് വേണ്ടേ. അപ്പോൾ ഒരു ഈ 2.5 ഇങ്ങോട്ട് ഇട്ടോ. 2.5 ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇട്ടോ കേട്ടോ. ഇവിടേക്ക് ഇട്ടോ, ഇവിടേക്ക് അടിയിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ടോ ഇങ്ങോട്ട്. എന്നിട്ട് നമുക്ക് വെട്ടിയാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് വെട്ടാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടക്കും കാര്യങ്ങളൊക്കെ പിടിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ടായിട്ട് വരും. ഇത് നേരെ ഇത് ഇങ്ങോട്ട് നേരെയാക്കും. എന്നിട്ട് ഇവിടെ നിന്ന് അപ്പോൾ ഇവിടെ നിന്നല്ലേ ഒന്നെടുക്കുക? ഇവിടെ നിന്ന് നീ എന്തിനാ അങ്ങോട്ട് വലിച്ചത്? ഇത് വായിച്ചാൽ അപ്പം ഇങ്ങനെയല്ലേ വരിക? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ട് കൊടുത്തില്ലേ, അത് കാരണം.
ഓക്കെ, അധികമല്ലാണ്ടോ കറുപ്പിക്കണ്ട. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് കൊട്ടാം. തിരിച്ചിടും അതിന് കുറച്ചിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടാം. ഇതും കൂടെ വെട്ടാം, വഞ്ചി കൊണ്ട് വെട്ടി കുറയ്ക്കും. ഇവിടെ നോട്ട് വെട്ടാം. ലൈനിങ് വെക്കാൻ നമ്മളിതുപോലെ തന്നെ വെക്കാം. ഇതും കൂടി വെക്കി, ഈ ഒരു കഷ്ണം കൂടി വെട്ടിക്കോ. അതിക്ക് ലെങ്ത്തിന് വെട്ട്. അടുത്തത് മറ്റോണം വെച്ചിട്ട് വെട്ടിയാൽ മതിയായിരുന്നു നമുക്ക്. ഒപ്പം വെച്ചിട്ട് വെട്ടിയാൽ മതി. സാരല്ല, നമ്മൾ പഠിക്കല്ലേ. ഓക്കെ, അങ്ങനെ കഴുത്തൊക്കെ. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിക്കാനുള്ളത്. അപ്പം നമുക്കിത് മടക്കി വയ്ക്കാം. ഇതേപോലെ നമുക്കിനി ബാക്ക് പീസ് വെട്ടാം. കയ്യിന് ലൈനിങ് വെക്കണ്ട. അപ്പം ഇതേപോലെ തന്നെ ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ബാക്ക് പീസും റെഡി ആക്കിയിട്ടുണ്ട്. ഇതവള് വീട്ടിൽ പോയിട്ട് തുന്നിക്കോളും. ഓക്കെ, തുന്നണതിൻ്റെ വേറെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ടും ബാക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ വഞ്ചിയുടെ ഒരു പീസ് കൂടി വെട്ടണം. നമുക്ക് 6 പീസ് വേണ്ടേ, അപ്പം 4 പീസ് ആയിട്ടുള്ളൂ. നമുക്ക് കൈ വെട്ടിയിട്ട് ബാക്കി വെട്ടാം. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പോൾ കൈയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇടാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ പിടിക്കാം. അങ്ങനെ അപ്പം നമുക്ക് 9.5 വന്നിട്ടുള്ളത്. 9.5 നമുക്കൊരു 10 എടുക്കാം. അപ്പം നമുക്ക് അതുപോലെ തന്നെ കൈയിൻ്റെ നീളം എത്ര ഉണ്ടെന്ന് നോക്കണം. ഒരര ഇവിടെ പോവും. 8.5. ഓക്കെ, എത്ര കിട്ടും? നമുക്കൊരു 9.5 കിട്ടും. അപ്പം അത് മൊത്തം എടുക്കാം. കറക്റ്റ് 10 ഉണ്ട് കേട്ടോ. 10 വേണ്ട, നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് എത്ര വേണമെന്നറിയോ? 9 അല്ലേ നമുക്ക് വേണ്ടേ? 9.5. ഇവിടെ ഒരു അര പോവും. എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ 9. 9. അപ്പം നമുക്ക് ഇവിടെ 9 തന്നെ അടയാളപ്പെടുത്താം. അര നമുക്ക് തയ്യൽ തുമ്പിലേക്ക് ഇടാം. കണ്ട 9. നമുക്കൊരു 10 എടുക്കാം. മൊത്തം 10 എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു 3 എടുക്കാം. നിനക്ക് കയ്യിന് മറ്റേതുണ്ടായിരുന്നില്ലല്ലോ? കുഴപ്പമുണ്ടായിരുന്നില്ല. 3 എടുത്തു. ഇത് ഇങ്ങോട്ട് കിടന്നോട്ടെ കേട്ടോ. നമുക്ക് നേരെ നമുക്ക് ഈ 3ൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു വര വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പകുതി, ഈ 9.5യുടെ പകുതി വരുന്നത് ഇവിടെ ഇതാക്കാം. പിന്നെ ഇതിൻ്റെ പകുതി ഇവിടെ, അതേപോലെ തന്നെ ഇതിൻ്റെ പകുതി ഇവിടെ. നമുക്ക് അതിനൊന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കൈക്ക് എത്ര നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. നമുക്ക് 7 മതി, പക്ഷെ നമുക്കതൊന്ന് ഇതാക്കണം. കൈയിൻ്റെ വണ്ണം നമുക്ക് 7 കിട്ടിയത്, പക്ഷെ നമുക്കൊരു 1.5 ഇഞ്ചും കൂടി ഇതാക്കി കൊടുക്കാം. നേരെ നമ്മൾ ഇതിലേക്കൊരു വര വരയ്ക്കുന്നു, ഇതിലേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഈ കുറച്ച് കൂടുതൽ ഭാഗമൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, അതിവിടെ ഒരു നോച്ചിട്ടു. അപ്പോൾ ഇവിടെ കൈ റെഡി ആയിട്ടുണ്ട്. കൈക്ക് ഇനി ലൈനിങ് വേണം. വേണ്ട ലൈനിങ്.
അങ്ങനെ നമ്മുടെ കയ്യും കാര്യങ്ങളൊക്കെ എല്ലാം ബാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്ക് പട്ട വയ്ക്കില്ലേ, ആ വഞ്ചിയുടെ ഭാഗം അവിടേക്ക് നമുക്കൊരു 6 പീസ് വേണം. അപ്പോൾ അതും നമ്മളിവിടെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ലൈനിങ് തുണി ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നായിട്ടാണ് എടുത്തുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല തുണി ബാക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നൊരു നോർമൽ ബ്ലൗസിൽ നിന്ന് അളവ് എടുത്തിട്ട് നമ്മൾ ആ അളവ് ഒരു ലൈനിങ് ബ്ലൗസ് തുന്നാനാട്ടാ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.